നഴ്സസ് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കേൾക്കണം. നിങ്ങൾക്ക് 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അഫ്രയുണ്ട്, ആൻമാർക്കുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോർ ഉണ്ട്. കഴിഞ്ഞ 5-6 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓസ്ട്രേലിയയിലേക്ക് ജോബ് അപ്ലൈ ചെയ്യുന്നു. ഒരിടത്തുനിന്നും റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല, പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. ശരിയാണോ ഞാൻ പറയുന്നത്? കുറച്ച് പേരെങ്കിലും ഞാൻ ഈ പറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലേ. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ല്, ആഫ്ര, ആൻമാർക്ക്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ATS ഫ്രണ്ട്ലി CV, ഇത് ഇത്രയായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു ജോലി കിട്ടണമെന്നില്ല. ഓഫ് കോഴ്സ് യു മെറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, നോട്ട് സെലക്ഷൻ ക്രൈറ്റീരിയ. സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഓസ്ട്രേലിയയിലേക്ക് നമ്മളൊരു പൊസിഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ സെലക്ഷൻ ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജോബ് സെക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊരു ജോബൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തേക്കുന്നതിൻ്റെ താഴെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം എംപ്ലോയർ മസ്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പോയിന്റ് ഇട്ട് എഴുതി പോയി ഒന്ന് കുറച്ച് പേരെങ്കിലും വായിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ സ്വതസിദ്ധമായ വായിക്കാനുള്ള മടി കൊണ്ട് സ്കിപ്പ് ചെയ്ത് കളയുന്നവരുണ്ട്. അങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നിങ്ങൾ ഏത് സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്താലും, പ്രൈവറ്റിലാണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും ഏജ്ഡ് കെയർ ഫെസിലിറ്റീസിലാണെങ്കിലും സെലക്ഷൻ ക്രൈറ്റീരിയ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം, നിങ്ങൾ ന്യൂ സൗത്ത് വെയിലിലേക്കും വിക്ടോറിയയിലേക്കും ഒക്കെ അപ്ലൈ ചെയ്യുന്നവരാണ്, നിങ്ങൾ സെലക്ഷൻ ക്രൈറ്റീരിയക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്നും വായിച്ചു പോലും നോക്കത്തില്ല. Now, what is selection criteria? Selection criteria are specific requirements, skills, knowledge, and personal attributes that an employer considers is essential for the particular role they mentioned. അതായത് ആ ഒരു റോളിന് സ്യൂട്ടബിൾ ആണ് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ സ്കിൽസും നോളജും എല്ലാം ആ ഒരു റോളിന് ചേർന്നതാണെന്ന് തെളിയിക്കുന്ന ഒരു സംവിധാനം. അതിനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഈ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എംപ്ലോയറിനും സെയിം കൈൻഡ് ഓഫ് സാധനം അല്ലാട്ടോ ചോദിക്കുന്നത്. ഓരോ എംപ്ലോയറിനും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ എംപ്ലോയറിനും അവരുടെ പോളിസി അനുസരിച്ച് സെലക്ഷൻ ക്രൈറ്റീരിയയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി എല്ലാ എംപ്ലോയേഴ്സും സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കില്ല ആ ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടാവുക. ഹൗ യു വിൽ ബി അസസ്ഡ് എന്നോ അബൌട്ട് യു എന്നോ അങ്ങനെയൊക്കെ ഉള്ള ടോപ്പിക്കിന്റെ അണ്ടറിലായിരിക്കും ഈ പോയിന്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ചില എംപ്ലോയീസ് വളരെ സിമ്പിളായിട്ട് സെലക്ഷൻ ക്രൈറ്റീരിയ കൊടുത്തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് അഫ്ര രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏജ്ഡ് കെയർ ഒക്കെ പോകുന്നവരാണെങ്കിൽ ഏജ്ഡ് കെയറിനെ പറ്റി നോളജ് ഉണ്ടായിരിക്കണം. അങ്ങനെ കുറച്ച് പോയിന്റ്സ്, അതായത് ജനറൽ ആയിട്ടുള്ള പോയിന്റ്സ് മെൻഷൻ ചെയ്തിട്ടുള്ള എംപ്ലോയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരത്തില്ല. ഇനി അത് നമ്മൾ ഓൾറെഡി മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ചില എംപ്ലോയേഴ്സ് സ്പെസിഫിക്കലി ചില ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തേക്കുന്ന കാണിക്കാം. അപ്പം നമ്മൾ അതിൻ്റെ ആ ആൻസർ നമ്മൾ അതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ. അപ്പോൾ ആ ആൻസർ വെച്ചിട്ടാണ് അവർ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ലെവൽ ഓഫ് നോളജും നിങ്ങളുടെ സ്കിൽസും എല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ സെലക്ഷൻ ക്രൈറ്റീരിയ മെൻഷൻ ചെയ്തേക്കുന്നതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന്. ഇനി നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യുമ്പം അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നുണ്ട് ഹൗ യു വിൽ ബി അസസ്ഡ് എന്നാണ് അതിൻ്റെ ടോപ്പിക് കൊടുത്തേക്കുന്നത്. സെലക്ഷൻ ക്രൈറ്റീരിയ എന്നല്ല അവർ ഡയറക്റ്റ് കൊടുത്തേക്കുന്നത്. ഇനി ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റോൾ ഡിസ്ക്രിപ്ഷൻ മെൻഷൻ ചെയ്തേക്കുന്ന സെയിം പേജിൽ തന്നെ കാണാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ക്വീൻസ്ലാൻഡ് ഹെൽത്തിൻ്റെ ഒക്കെ ജോബ് അപ്ലൈ ചെയ്ത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് നമ്മളത് സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ കുറച്ച് അറ്റാച്ച്മെൻറ്റുകളായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒരു 3-4 അറ്റാച്ച്മെൻറ്റുകളായിട്ട് കൊടുത്തേക്കുന്നത്. നമ്മളത് ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു പേജിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ദ ആപ്ലിക്കൻറ്റ് വിൽ ബി സമൺ ഹു ക്യാൻ ഡെമോൺസ്ട്രേറ്റ് ദ ഫോളോവിങ് സ്കിൽസ് എന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എംപ്ലോയറെ ബോധ്യപ്പെടുത്താൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ CV മെൻഷൻ ആയിരിക്കണം. അതായത് നിങ്ങളുടെ റോൾസ്, നിങ്ങളുടെ ഡേ ടു ഡേ ചെയ്യുന്ന റോൾസിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ എംപ്ലോയറിന് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പും ഈ സെലക്ഷൻ ക്രൈറ്റീരിയയുടെ കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് CV എഡിറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗുഡ് നോളജ് ഉണ്ടായിരിക്കണം, കെയർ പ്ലാൻ എഴുതാൻ അറിയണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ കാണാൻ പോകുന്നത് ഈ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ആപ്ലിക്കേഷനാണ്. സെലക്ഷൻ പാനലിൽ നിങ്ങളുടെ CV ഒക്കെ റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിനൊരു റിട്ടേൺ റെസ്പോൺസ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറയും. നിങ്ങൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ, അതൊരു എന്താ പറയുക സെനാറിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ പോലത്തെ സംഭവമാണ്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് അതിനോട് റെസ്പോൺസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളൊരു കേസ് മാനേജ് ചെയ്യുന്നതെന്നൊക്കെ ആ ഒരു ആൻസറിലൂടെയാണ് അവർ അസസ് ചെയ്യുന്നത്. അത് പക്ഷേ എല്ലാ എംപ്ലോയറും ചോദിക്കത്തില്ല. ഇൻ കേസ് അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റാർ മെത്തഡോളജിയിൽ ആൻസർ ചെയ്യണം എന്നാണ്. ഞങ്ങളിവിടെ ഈവൻ ഹാൻഡ് ഓവർ കൊടുക്കുന്നവർ സ്റ്റാർ മെത്തേഡിലാണ് കേട്ടോ. ഇത് വേറൊരു എക്സാമ്പിൾ ഓഫ് സെലക്ഷൻ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു അറ്റാച്ച്ഡ് PDF ആയിട്ടല്ല ഈ സെലക്ഷൻ ക്രൈറ്റീരിയ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇത് ആ റോൾ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈസിലി റീഡ് ചെയ്യാൻ പറ്റും.
ഈ ഒരു സ്കിൽസ് ഒക്കെ നമുക്കുണ്ടെന്ന് സി വിയിൽ മെൻഷൻ ചെയ്യാനും പറ്റും. സെലക്ഷൻ ക്രൈറ്റീരിയ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ് പ്രീ എംപ്ലോയ്മെന്റ് ചെക്ക് ലിസ്റ്റുകൾ. അപ്പൊ ചിലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. ലൈക്ക് മെഡിക്കൽ, PCC അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് അവർ ചോദിക്കത്തുള്ളൂ. പക്ഷേ ഈ ചില എംപ്ലോയീസ് VPD ആദ്യം ചോദിക്കുന്ന കാണാറുണ്ട്. ഇപ്പം VPD എന്ന് പറഞ്ഞാൽ വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ്. ഇപ്പം ഞാൻ ജോബ് അപ്ലൈ ചെയ്തപ്പോൾ ഒക്കെ ഈ VPD സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ്. പക്ഷെ ഇപ്പോൾ ചില കാൻഡിഡേറ്റ്സിന് ഈ VPD അവർ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രീ എംപ്ലോയ്മെന്റ് ചെക്ക് ലിസ്റ്റും അതർ ഡോക്യുമെന്റ് സബ്മിഷനും ഇതേപോലെ സെലക്ഷൻ ക്രൈറ്റീരിയ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും ഈ സെലക്ഷൻ ക്രൈറ്റീരിയ തന്നെ പെടുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.